ട്രാഫിക്കിന് ഒബ്സ്ട്രക്ഷൻ ആവുന്ന വിധമാണ് പാർക്കിംഗ് വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഫൈൻ ഉണ്ടാവും. അപ്പം നമ്മളാണ് ലേറ്റ് നൈറ്റ് ഡ്രൈവിങ്ങിന് പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി അതൊക്കെ ശീലമില്ല, ഉറക്കം ഒഴിച്ചുള്ള ശീലമില്ല. നമ്മളെക്കാളും കുറച്ചുകൂടെ എക്സ്പേർട്ട് ആയിരിക്കും അയാൾ ഈ കാര്യത്തിൽ. ഓരോ റോഡുകളിലും സെപ്പറേറ്റ് സ്പീഡ് ലിമിറ്റ് പറയുന്നുണ്ട്. ഈ സ്ഥലം എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ കാല് ആക്സിലറേറ്റ് ചെയ്ത് മാറിയിരിക്കണം എന്നുള്ളതാണ്. അത് എപ്പോഴും ഫുൾ ടൈം ചൊറിഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ നമുക്ക്, ഇല്ലേ? ഒന്ന് ചൊറിഞ്ഞു നമ്മൾ ചൊറിഞ്ഞു വിട്ടു. അപ്പോൾ അതിൻ്റെ ആ കണ്ടിന്യൂറ്റി കൂടുന്നതനുസരിച്ചായിരിക്കും നമ്മളിത് മനസ്സിലാക്കുക. മെയിൻ റോഡാണെങ്കിൽ അവർക്കാണ് പ്രയോറിറ്റി അവിടെ വരുന്നത്. ബൈ റോഡിൽ നിന്ന് വരുന്നവർ അവിടെ നിർത്തി നോക്കിയിട്ട് തന്നെ സേഫ് ആണെങ്കിൽ മാത്രമേ കയറിപ്പോവാ, അല്ലാതെ കണ്ണടച്ച് കയറിപ്പോവാൻ പാടില്ല. ഈ ക്ഷമ ഈ ഡ്രൈവർക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം ഒരു വണ്ടി ചിലപ്പോൾ ഫ്രണ്ടിൽ ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം കൂടി നിർത്തിയിട്ടുണ്ടാവും. പക്ഷെ പുറകിൽ വരുന്ന എല്ലാവരും ഇങ്ങനെ ഹോൺ അടിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒട്ടും ക്ഷമയില്ലാത്തവർക്ക് ഈ ഡ്രൈവിംഗ് പണി പറ്റില്ല എന്ന് തോന്നിയിട്ടുണ്ട്. ശരിയല്ലേ? ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു ഡ്രൈവർക്ക് വേണ്ട 2 ഗുണങ്ങളാണ്. ഒന്ന് ക്ഷമ, രണ്ടാമത്തത് ശ്രദ്ധ. ഈ 2 ക്വാളിറ്റി ഉണ്ടെങ്കിൽ തന്നെ ബാക്കി ഈ പറഞ്ഞ ആക്സിഡൻസ് എല്ലാം അതിൻ്റെ വഴിയിൽ തന്നെ അങ്ങ് നിന്നോളും. ക്ഷമയില്ലാതെ നമുക്ക് വെളിയിൽ ഇറങ്ങാൻ പറ്റില്ല. അത് തന്നെയാണ് പറഞ്ഞത്. ഈ നമ്മൾ നോക്കിയാൽ കാണാം, ട്രാഫിക് സിഗ്നലിൻ്റെ അടുത്തെത്തുമ്പോൾ പച്ച ലൈറ്റ് ഇവിടെ കത്തുമ്പോഴേ അങ്ങ് ഏറ്റവും ബാക്കി കിടക്കണമെന്ന് തൊട്ട് അടിച്ചു തുടങ്ങും. ഫ്രണ്ടിലെ വണ്ടികൾ മൂവ് ചെയ്താലേ ഇവിടെ എത്താൻ പറ്റുമെന്നുള്ളത് ചിന്തിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് സിഗ്നൽ ലൈറ്റിലെത്തുമ്പോൾ മഞ്ഞ കഴിഞ്ഞ് ഗ്രീൻ കഴിഞ്ഞ് യെല്ലോ വന്നു കഴിഞ്ഞാൽ ഉടൻ ദൂരെ നിന്ന് വരികയാണെങ്കിലും ഫാസ്റ്റായിട്ട് കയറി കട്ട് ചെയ്ത് പോവുക. അവിടെയും ക്ഷമയില്ലാത്തതിൻ്റെ പ്രശ്നമാണ്. 1-2 സെക്കൻഡ് ആയിരിക്കും. അതെ, നമുക്ക് കൂടിപ്പോയ ഒരു 30 സെക്കൻഡ്. പിന്നെ ചില ഭയങ്കര ഹൈലി ട്രാഫിക് ഉള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് ഒരു 90 സെക്കൻഡ് വരുന്നുള്ളൂ. അപ്പം ഈ 90 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അവിടെ കിടക്കുമ്പോൾ ഭയങ്കര എന്തോ സമയം. ഇത് കഴിഞ്ഞ് ചാടിപ്പോയിട്ട് വല്ല കാര്യം ചെയ്യാനുണ്ടോ? ഒന്നുമില്ല. അപ്പം ആ ക്ഷമ വളരെ അത്യാവശ്യമുള്ള കാര്യം. ഈവൻ ഒരാൾ നമ്മളോട് ഇച്ചിരി അജിറ്റേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇപ്പോഴോ കുറേ ജസ്റ്റേഴ്സൊക്കെ ഉണ്ടല്ലോ, ഇഗ്നോർ ഇറ്റ്. അവനങ്ങനെ കാണിച്ചു, അല്ലെങ്കിൽ അവൻ്റെ പുറകെ പോകണം, അല്ലെങ്കിൽ അവനെ 2 കൊടുക്കണം, അല്ലെങ്കിൽ ഒരു റോഡ് റേജ് കാണിക്കുക. ഇതിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല. റോഡെന്ന് പറയുന്നത് മനുഷ്യന് സുഖമായിട്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന സ്ഥലം. ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായില്ലേ? ഹോൺ അടിച്ചു എന്ന് പറഞ്ഞ ഒരാളെ തലയ്ക്ക് അടിച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്കൊന്ന് ഒരു 6-7 മാസം മുമ്പ് ട്രിവാൻഡ്രം കണ്ട നടന്ന. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അത്ര അസഹിഷ്ണുതയോടുകൂടി ആയി മാറിയിരിക്കണമെന്നുള്ളതാണ്. അപ്പം അത് ക്ഷമ വളരെ അത്യാവശ്യമുള്ള കാര്യം. അതുപോലെ തന്നെയാണ് കംപ്ലീറ്റ് അറ്റൻഷൻ, ശ്രദ്ധ, അലേർട്ട്നെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ ഞാൻ വണ്ടിയായിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപകടങ്ങൾ സ്വാഭാവികമാണല്ലോ. അപ്പോൾ അത് എൻ്റെ മിസ്റ്റേക്ക് ആവാം, മുമ്പിൽ വന്ന വണ്ടിയുടേതാവാം, ചിലപ്പോൾ നടന്നുപോയ വ്യക്തിയുടേതാവാം. അപകടങ്ങൾ സംഭവിക്കും. സ്വാഭാവികമായിട്ട് നമ്മൾ പാനിക് ആവും. ചില ആൾക്കാർ വണ്ടി ചിലപ്പോൾ അവിടെ നിന്നിട്ട് ഓടാം, അല്ലെങ്കിൽ ചില വണ്ടിയായിട്ട് അവിടെ നിന്ന് മുങ്ങാം, അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഒരു അപകടം സംഭവിച്ചു, അതിൽ നമ്മളും പെട്ടിട്ടുണ്ട് എങ്കിൽ നമ്മൾ അതെങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്? അപകടം സംഭവിച്ചാൽ ഒരു ഡ്രൈവറുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ അപകടം മറ്റേ ആൾക്ക് അല്ലെങ്കിൽ നമുക്കായിക്കോട്ടെ എന്തെങ്കിലും ഇഞ്ചുറിയോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അയാളെ ആദ്യം കെയർ ചെയ്യുക എന്നുള്ളതാണ്. കെയർ ചെയ്ത് ആംബുലൻസ് വിളിക്കണമെങ്കിൽ ആംബുലൻസ് വിളിക്കുക. ഇമ്മീഡിയറ്റ് ആയിട്ട് 24 മണിക്കൂറിനകം പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യുക. അത് കൃത്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപകടത്തിൽപ്പെട്ട ആളെ കളഞ്ഞിട്ട് പോവുക എന്നുള്ളത് നിയമത്തിലില്ല. അപ്പോൾ അവർക്ക് വേണ്ട ഹോസ്പിറ്റൽ ഇത് ചെയ്യണമെങ്കിൽ കെയർ കൊടുക്കണമെങ്കിൽ കൊടുക്കുക. ഈ 2 കാര്യങ്ങൾ, ഹോസ്പിറ്റൽ അറ്റൻഷൻ കൊടുക്കുക, പോലീസിന് ഇൻഫോം ചെയ്യുക, ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം. അത്രേ ഉള്ളൂ. അതാണ് അതിൻ്റെ പ്രൈമറിലി വരുന്ന കാര്യം. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലിപ്പോൾ ഇടുങ്ങിയ റോഡ് അവർ ചോദിക്കുകയാണെങ്കിൽ ഇവരുടെ ഇൻഫോർമേഷൻ പാസ് ചെയ്തിരിക്കണം. മറ്റേ ഇടി കൊണ്ട ആൾ പറയണം നിങ്ങളുടെ പേരും അഡ്രസ്സും കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ അത് നമ്മൾ കൊടുക്കുക, ഇൻഫോർമേഷൻ കൊടുക്കുക. അടുത്തൊരു കാര്യം, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇടുങ്ങിയ റോഡുകളാണ്. ഇപ്പോൾ ഇവിടെ തന്നെ ഒരുപാട് കടകളും ഷോപ്സൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇതിലേക്ക് വരുന്ന ആളുകൾ ഈ റോഡ് സൈഡിൽ തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് കടകളിലേക്ക് ഇങ്ങനെ കയറി പോകാറുണ്ട്. പിന്നീട് അത് ട്രാഫിക് ബ്ലോക്കിലേക്കും പ്രശ്നങ്ങളിലേക്കും എത്തിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു പാർക്കിംഗ്, അത് നമ്മൾ പാർക്ക് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? റോഡ് സൈഡിൽ ഇങ്ങനെ 2 വീലർ ആണെങ്കിലും 4 വീലർ ആണെങ്കിലും പാർക്ക് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ആവശ്യത്തിനായിട്ട് പോകാൻ പാടുണ്ടോ? അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? എന്തെങ്കിലും ഫൈൻ കിട്ടാൻ സാധ്യതയുണ്ടോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ? ട്രാഫിക്കിന് ഒബ്സ്ട്രക്ഷൻ ആവുന്ന വിധമാണ് പാർക്കിംഗ് വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഫൈൻ ഉണ്ടാവും.
ഇതിപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോൾ ചിറ്റൂരിനെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മുടെ ഇവിടുത്തെ ലൊക്കാലിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ വളരെ റോഡ്സ് ആണ്. സ്റ്റേറ്റ് ഹൈവേ ആണെങ്കിൽ പോലും അതിൻ്റെ ആ ക്രൈറ്റീരിയയിൽ പോലും പെടാത്ത വണ്ണമുള്ള നാരോ റോഡ്സ് ആണ് നമുക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഒരു കടയുണ്ട്, നമ്മുടെ എല്ലാവരുടെയും ഒരു നേച്ചറാണ്, ഒരു കടവുണ്ട്, സാധനം വാങ്ങിക്കളയും നമ്മൾ ഉടനെ അവിടെ നിർത്തുക, കയറുക, കാര്യം നമ്മുടെ കൺവീനിയൻസാണ് നമ്മൾ നോക്കുന്നത്. പക്ഷെ അവിടെയും ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എവിടെയെങ്കിലും സേഫായിട്ട് മറ്റ് ട്രാഫിക്കിന് തടസ്സമുണ്ടാകാത്ത വിധം പാർക്ക് ചെയ്യാനുള്ള ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ പാർക്ക് ചെയ്തിട്ട് തിരിച്ച് നടന്നു വന്ന് സാധനം വാങ്ങിച്ചിട്ട് പോകാനുള്ള കാര്യങ്ങൾ നോക്കണം. അല്ലാതെ ട്രാഫിക്കിന് ഒബ്സ്ട്രക്ഷൻ വരുന്ന രീതിയിൽ, അപകട സാധ്യത ഉണ്ടാകുന്ന രീതിയിൽ നമ്മൾ വിചാരിക്കണമെന്നില്ല. നമ്മളുടെ വിചാരം എന്താണ്, ഒരു പ്രശ്നമില്ല, അവിടെ വേറെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നല്ലോ എന്ന് വിചാരിച്ചാൽ നമ്മൾ ഇട്ടിട്ട് പോകുന്നത്. പക്ഷേ ഒരു മൂവ്മെൻ്റ് ഉള്ള റോഡാണെങ്കിൽ ഏത് സമയത്ത് വേണമെങ്കിലും, നമ്മളിപ്പം വണ്ടികൾ കണ്ടില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും മൾട്ടിപ്പിൾ ട്രാഫിക് സിറ്റുവേഷൻ മാറുന്നത്. അതുകൊണ്ട് അങ്ങനെ ഇതനുസരിച്ച് നമുക്ക് പാർക്കിങ്ങിന് ഒബ്സ്ട്രക്ഷൻ നമുക്ക് ഉണ്ടെന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും അത് ഫൈൻ ചെയ്യും. ഓക്കെ. രാത്രികാല യാത്രകൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രൊഫഷണൽ ഡ്രൈവറെ ഉപയോഗിക്കണമെന്ന് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അല്ലാതെ സ്വകാര്യ വാഹനങ്ങൾ, സ്വന്തം വണ്ടി ഇപ്പോൾ ഞാൻ ഓടിച്ചു പോലെ എന്തിനാണ് ഞാൻ ഡ്രൈവർ വെക്കുന്നതെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എന്താണ് അതിലെ അപകടം, പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടം എന്താണ്? അതിലെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊഫഷണൽ ഡ്രൈവേഴ്സ് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളെല്ലാം നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കും ചെറിയ ചെറിയ കാര്യങ്ങൾ, വ്യക്തിപരമായ ആവശ്യങ്ങൾക്കും വേണ്ടി വണ്ടി ഓടിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾക്കൊരു സ്ഥിരം ഒരു റുട്ടീനുണ്ട്. എന്താണ്, രാവിലെ എണീച്ച് ജോലിക്ക് പോവുക, അല്ലെങ്കിൽ പഠിക്കാൻ പോവുക, അല്ലെങ്കിൽ വാട്ടെവർ എന്നത് കഴിഞ്ഞ് വൈകിട്ട് വരിക, രാത്രി ഡിന്നറൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങുക, വെളുപ്പിനെ എടുക്കുക. മറ്റേ ഉച്ചയ്ക്ക് രാത്രി തൊട്ട് രാവിലെ വെളുപ്പിനെ വരെയുള്ള സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉറക്കത്തിൻ്റെ സമയമാണ്. നോർമലി ഏതൊരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെയും ടൈം ഷെഡ്യൂൾ അങ്ങനെയാണ്, എല്ലാ ജീവജാലങ്ങളും അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മളുടെ ബോഡി അതിനായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പം ബിറ്റ്വീൻ ഒരു 12 to 4 സമയം, രാത്രി 12 തൊട്ട് വെളുപ്പിൻ്റെ 4 മണി വരെയുള്ള ഒരു സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ കംപ്ലീറ്റ്ലി റെസ്റ്റ് നിർബന്ധമായും അവന് വേണം. ആ റെസ്റ്റ് വേണം. ആ സമയത്തിൽ അവൻ നാച്ചുറലി ഉറക്കത്തിൻ്റെ ഇതിലോട്ട് പോകും. അപ്പം നമ്മളാണ് ലേറ്റ് നൈറ്റ് ഡ്രൈവിങ്ങിന് പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി അതൊക്കെ ശീലമില്ല, ഉറക്കം ഒഴിച്ചുള്ള ശീലമില്ല. നമ്മൾ കണ്ടിന്യൂസ്ലി ആ ടൈം ആകുമ്പോൾ ബ്രെയിൻ കറക്റ്റാണ് പറയും, എനിക്ക് ഉറങ്ങേണ്ട സമയമായി, ഞാൻ എന്താ ഉറങ്ങാൻ പോകുന്നത്. അത് നാച്ചുറലി പോകും. നമുക്ക് കൺട്രോൾ ഇല്ല അവിടെ. നമ്മൾ എത്ര കൺട്രോൾ ചെയ്യുന്നില്ല, കുഴപ്പമില്ല എന്ന് വിചാരിച്ചാലും നമ്മുടെ കണ്ണ് ഒരു സെക്കൻഡിലേക്ക് അടഞ്ഞാൽ മതി, ആക്സിഡൻ്റ് ചാൻസ് അവിടെ വന്നു കഴിഞ്ഞു. അത് കുഞ്ഞ് ആക്സിഡൻറ്റ് തൊട്ട് വളരെ സിവിയർ ആയിട്ടുള്ള ആക്സിഡൻറ്റിൽ വരെ ചെന്നെത്തും. പ്രൊഫഷണൽ ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ സ്ഥിരം എക്സ്പേർട്ടായിട്ട് ഓടിക്കുന്ന അവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. രാത്രിയും പകലും ഓടിച്ച് ശീലമുള്ളവർ, അവർക്ക് കുറച്ചുകൂടെ എക്സ്പേർട്ടായിരിക്കും അതിനെ ടാക്കിൾ ചെയ്യാനായിട്ട്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഡ്രൈവർ മനുഷ്യനല്ലേ, മനുഷ്യൻ്റെ ബ്രെയിനിന് ഒരു ലിമിറ്റഡ് കപ്പാസിറ്റിയേ ഉള്ളൂ. അവന് റെസ്റ്റ് വേണ്ട സമയത്ത് റെസ്റ്റ് കിട്ടി തന്നെ തീരണം. ഈ പ്രൊഫഷണൽ ഡ്രൈവർ കണ്ടിന്യൂസ് ഓട്ടത്തിൽ കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് ഓട്ടോ എടുക്കുകയാണെങ്കിൽ അവിടെ അയാളുടെ ഈ പ്രൊഫഷണലിസം ഒന്നും ഹെൽപ്പ് ചെയ്യില്ല. നമ്മളെക്കാളും കുറച്ചുകൂടെ എക്സ്പേർട്ടായിരിക്കും അയാൾ ഈ കാര്യത്തിൽ. എങ്കിലും അയാളുടെ പഴയ ഡ്രൈവിംഗ് എന്താ പറയുക കണ്ടിന്യൂ ചെയ്ത് വന്നിരുന്നെങ്കിൽ, അയാൾ തലേദിവസം അതിൻ്റെ തലേദിവസം ഒക്കെ ഓട്ടത്തിലായിരുന്നു, ഉറക്കമില്ല, റെസ്റ്റ് ഇല്ലാതെ ഓടിയിട്ടുണ്ടെങ്കിൽ അയാൾ രാത്രി ഈ പറഞ്ഞ സമയത്ത് വീണ്ടും ഓട്ടോ എടുത്ത് ഓടുകയാണെങ്കിലും ഈ സിറ്റുവേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ. ഇനി സ്കൂൾ സോണാണ്, കുട്ടികൾ കുഞ്ഞു മക്കളാണ്, അവർക്കറിയില്ല റോഡിലൂടെ വണ്ടി വരും, നമ്മൾ ശ്രദ്ധിച്ച് പോകണം എന്നുള്ളത്. അപ്പോൾ സ്കൂൾ സോണിൽ ഡ്രൈവേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ഈ ബസ്സൊക്കെ ഇങ്ങനെ ചീറിപ്പാഞ്ഞു പോകാറുണ്ട് സ്കൂൾ സമയത്തൊക്കെ, സ്കൂൾ വിടുന്ന സമയത്തും രാവിലെ പോകുന്ന സമയത്തും ഒക്കെ. അപ്പോൾ ആ ഒരു സർക്കിളിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? സ്കൂൾ സോണിൽ സ്പീഡ് ലിമിറ്റ് പറയുന്നുണ്ട്. നമുക്ക് അറിയാമല്ലോ, നമുക്ക് ഓരോ വാഹനത്തിനും, ഓരോ പർട്ടിക്കുലർ ടൈപ്പ് വാഹനത്തിനും ഓരോ റോഡുകളിലും സെപ്പറേറ്റ് സ്പീഡ് ലിമിറ്റ് പറയുന്നുണ്ട്. എന്നാൽ സ്കൂൾ പരിസരത്ത് എല്ലാ വാഹനങ്ങളും 30 കിലോമീറ്റർ വേഗതയാണ് പറയുന്നത്. അതാണ് ലിമിറ്റ് ചെയ്തിരിക്കുന്ന വേഗത. നമുക്ക് സ്കൂളുള്ള മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും അവിടെ ഒരു സ്കൂളുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ബോർഡ് കാണാം. തീർച്ചയായിട്ടും. ഇപ്പോൾ പല സ്ഥലങ്ങളിലും അതിന് കണക്കാക്കിയുള്ള സിക്സാക്ക് മാർക്കിങ്ങുകളും കാണും. പെഡസ്ട്രിയൻ ക്രോസിങ്, സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ഒരു പെഡസ്ട്രിയൻ ക്രോസിങ് ഉണ്ടാവും. അവിടെ തന്നെ പല സ്കൂളുകളുടെ ഫ്രണ്ടിലും സിക്സാക്ക് മാർക്കിങ്ങും ഉണ്ടാവും. ഈ ബോർഡ് കാണാം, റോഡിലെ മാർക്കിംഗ് കാണാം. പലപ്പോഴും അവിടെ സ്കൂളിൻ്റെ ബോർഡ് തന്നെ ഫ്രണ്ടിൽ നമുക്ക് കാണാൻ പറ്റും. സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ഈ സ്ഥലം എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ
കാല് ആക്സിലറേറ്റ് ചെയ്ത് മാറിയിരിക്കണം എന്നുള്ളതാണ്. അതെ. നമ്മുടെ മക്കളും ഇതുപോലെ പല സ്കൂളുകളിലും പഠിക്കുന്നുണ്ടാവും, ചിലപ്പോൾ കൊച്ചുമക്കളുണ്ടാവാം. നമ്മുടെ പോലെ തന്നെയാണ് ആരുടെയൊക്കെയോ മക്കളും കൊച്ചുമക്കളും ഒക്കെ തന്നെയാണ് അവിടെയും പഠിക്കുന്നത്. അപ്പോൾ അവിടെ ഉള്ള ഓരോ കുഞ്ഞും എൻ്റെ തന്നെയാണ് എന്നുള്ളൊരു ബോധം മനസ്സിൽ ഉണ്ടായാൽ മാത്രമേ ഇവർക്ക് അവിടെ വരുമ്പോൾ നമുക്കൊന്ന് ശ്രദ്ധിക്കണം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആർക്കും ഒരു അപകടം ഞാൻ കാരണം ഉണ്ടാവരുത് എന്നുള്ള ഒരു ഇതിൽ പോകാൻ പറ്റുള്ളൂ. അപ്പം സ്കൂൾ സോൺ കണ്ടു കഴിഞ്ഞാൽ നിർബന്ധമായും സ്പീഡ് കുറയ്ക്കുക, അവിടെ ശ്രദ്ധിക്കുക. കുട്ടികൾക്കറിയില്ല, ഈ പറഞ്ഞ പോലെ അവർക്ക് ജഡ്ജ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. ഈ വണ്ടി എത്ര വേഗതയിൽ വരുന്നോ, ഇതിന് മുമ്പ് അടുത്ത് ചാടാൻ പാടില്ലെന്നോ എന്നുള്ള ധാരണ കൊച്ചുകുട്ടികൾക്ക് എന്തായാലും ഡെഫിനറ്റ്ലി ഉണ്ടാവില്ല. ഒരു ഹൈസ്കൂളൊക്കെ ആകുമ്പോൾ ഉണ്ടാവും. അപ്പോൾ നമ്മളുടെ ഉത്തരവാദിത്വമാണ്, പക്ഷേ ഡ്രൈവർ നമ്മുടെ ഉത്തരവാദിത്വമാണ് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതും അവർക്ക് അപകടം ഉണ്ടാകാതെ ശ്രദ്ധിച്ച് കൊണ്ടുപോകുക എന്നുള്ളതും. അത് അവരുടെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ എത്ര നിയമം ഉണ്ടെങ്കിലും ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ ഡെഫിനറ്റായിട്ട് സ്വന്തമായിട്ട് പ്രോമിസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. തീർച്ചയായിട്ടും. അവിടെ നമ്മളുടെ എൻഫോഴ്സ്മെന്റ് ഉണ്ടാവാറുണ്ട്, പോലീസിന്റെ ആണെങ്കിലും നമ്മുടെ നിർദ്ദേശങ്ങൾ ഉണ്ടാവാറുണ്ട്, നമ്മുടെ ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട്, ഡ്രൈവേഴ്സിനുള്ള ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട്. ഇതിലെല്ലാം നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം വന്നാൽ പോലും ഈ പറഞ്ഞ പോലെ പലപ്പോഴും പലരും എന്തോ കാരണം കൊണ്ട് വിട്ടുപോകുന്നു. അത് ഈ പറഞ്ഞ പോലെ സ്വന്തമായിട്ട് നമ്മുടെ ഒരു തീരുമാനമാണ്. അതെ. ഈ അടുത്ത് വിവാദം ഉണ്ടാക്കിയൊരു കാര്യമായിരുന്നു ഈ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വണ്ടി കേരളത്തിലേക്ക് കൊണ്ടുവന്ന് രജിസ്ട്രേഷൻ ചെയ്ത് ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വണ്ടി കൊണ്ടുവരുമ്പോൾ ഇങ്ങോട്ട് മാറ്റുമ്പോൾ ഉള്ള പ്രൊസീജിയർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഇപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വണ്ടികളാണെങ്കിൽ അവിടെ നിന്ന് NOC എടുത്തിട്ട് വേണം നമ്മുടെ സംസ്ഥാനത്തിലേക്ക് രജിസ്ട്രേഷൻ കൊണ്ടുവരാനായിട്ട്. NOC എന്ന് പറഞ്ഞാൽ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്. അവരുടെ കൺസേൺഡ് അതോറിറ്റിയിൽ നിന്ന് RTOയിൽ നിന്ന് എടുത്ത് വേണം കൊണ്ടുവരാനായിട്ട്. ഈ കൊണ്ടുവരുന്നതിൽ നമുക്കറിയില്ല എങ്ങനത്തെ വണ്ടികളാണ് വരുന്നത്. ഇപ്പോൾ പലരും OLX വഴിയും അല്ലാതെയൊക്കെ നോക്കിയിട്ട് എടുത്തിട്ട് വരുന്നുണ്ട്. ഈ വണ്ടികൾ ജെനുവിൻ വണ്ടികളാണോ എന്നുള്ളത് നമുക്കറിയില്ല. ഈ വാങ്ങിക്കാൻ പോകുന്നവർക്കും അറിയണമെന്നുണ്ടാവില്ല. ഏതെങ്കിലും കാർ ബ്രോക്കേഴ്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വണ്ടി ബ്രോക്കർമാരുടെ വഴിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ എടുക്കുന്നുണ്ടാവുക. രണ്ട് രീതിയിൽ RMA ചെയ്യാറുണ്ട്. അതായത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടി, ഞാൻ ഡൽഹിയിലാണ്, ഞാൻ അവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടി ഇവിടെ കൊണ്ടുവന്ന് മാറ്റുന്നു. അതൊക്കെ വളരെ ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. എൻ്റെ തന്നെ ഓണർഷിപ്പ് സ്വന്തം വണ്ടികൾ. അപ്പം അഡ്രസ്സ് മാറ്റാനായിട്ട് കൊണ്ടുവരുന്നു. അതും RMA തന്നെയാണ്, ഈ പറഞ്ഞ പോലെ അസൈൻ ചെയ്ത് കൊടുക്കുന്നതാണ്. മറ്റേതെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരുന്ന വണ്ടി, അത് ഇവിടെ കൊണ്ടുവരുമ്പോൾ നമ്മൾ NOC ഒക്കെ എടുത്ത് വന്നാൽ പോലും ഇതിൻ്റെ ജെന്യൂൻനെസ് നമ്മൾ നോക്കും. ഏതെങ്കിലും തരത്തിലുള്ള എന്താ പറയുക ക്രൈം ഇതിൽ വല്ലതും പെട്ടിട്ടുള്ള വണ്ടികളാണോ എന്നുള്ളത് നോക്കും. വണ്ടി പരിശോധിക്കും, വണ്ടിയിൽ എന്തെങ്കിലും മാനിപ്പുലേഷൻസ് നടത്തിയിട്ടുണ്ടോ. അതിൻ്റെ ചിലതിലൊക്കെ ചേസിസ് നമ്പറൊക്കെ വേറെ വ്യാജമായിട്ട് ഈ വണ്ടിയുടെ RCയിൽ പറയുന്ന ചേസിസ് നമ്പർ ആയിരിക്കും കൊത്തിയിട്ടുണ്ടാവും, ചിലപ്പോൾ ഈ വണ്ടി ആയിരിക്കില്ല, സെപ്പറേറ്റ് കൊത്തി വരുന്ന വണ്ടിയോ അങ്ങനെ എന്തെങ്കിലും മാനിപ്പുലേഷൻസ് ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കും. ഇതേ വണ്ടി തന്നെയാണോ, RC പറയുന്ന കാറ്റഗറി തന്നെയാണോ ഇതിൽ വരുന്നതെന്നുള്ളത് കൺഫേം ചെയ്യും. ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ട്. പിന്നെ മറ്റ് പിഴകളോ ഒന്നും പെൻഡിങ് ഇല്ല എന്നുള്ളത് ശ്രദ്ധിക്കും. എന്നിട്ട് കൺഫേം ആയാൽ മാത്രമേ നമ്മളിവിടെ രജിസ്റ്റർ പുതിയ നമ്പർ അലോട്ട് ചെയ്ത് കൊടുക്കുള്ളൂ. അത് വളരെ ശ്രദ്ധിക്കണം. വെളിയിൽ നിന്നൊക്കെ എടുക്കുമ്പോൾ പിന്നീട് ഇത് കൊണ്ടുപോയി അവിടെ കറക്റ്റ് ചെയ്തൊക്കെ എടുത്തുകൊണ്ട് വരിക എന്ന് പറഞ്ഞാലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ അത് അപ്ഡേറ്റ് ചെയ്യാതെ നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാനും പറ്റില്ല. ഓക്കെ. ഈ ഫൈൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ പലർക്കും ഹെൽമെറ്റ് വെക്കാത്തതിനും സീറ്റ് ബെൽറ്റ് വെക്കാത്തതിനും ഒക്കെ ഫൈൻ കിട്ടാറുണ്ട്. ചിലപ്പോൾ ചില ആൾക്കാർ പറയാറുണ്ട് ചെവി ചൊറിഞ്ഞു പക്ഷെ അത് ഫോൺ യൂസ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് ഫൈൻ കിട്ടി. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അത് ക്ലിയർ ചെയ്ത് കിട്ടാൻ സാധ്യതയുണ്ടോ? അതുപോലെ തന്നെ ഫൈൻ ഇപ്പോൾ 2-3 വന്ന് കിടപ്പുണ്ട്, അടച്ചില്ല, അതിപ്പോൾ ആരും ചോദിക്കാനൊന്നും പോകുന്നല്ലോ, ഞാൻ അടയ്ക്കുന്നില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് എന്തെങ്കിലും ഭവിഷ്യത്തുകൾ ഉണ്ടാകും? ഫൈന് ചെവി ചൊറിഞ്ഞു എന്ന് പറഞ്ഞ അങ്ങനത്തെ കേസുകൾ മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ മൾട്ടിപ്പിൾ ഫോട്ടോസ് ഉണ്ടാവും നമ്മുടെ ഇതിൽ വരുന്നതിൽ. അത് എപ്പോഴും ഫുൾ ടൈം ചൊറിഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ നമുക്ക്, ഇല്ലേ? ഒന്ന് ചൊറിഞ്ഞു, നമ്മൾ ചൊറിഞ്ഞു വിട്ടു. അപ്പോൾ അതിൻ്റെ ആ കണ്ടിന്യൂറ്റി കൂടുന്നതനുസരിച്ചായിരിക്കും നമ്മളിത് മനസ്സിലാക്കുക. അപ്പോൾ ജെന്യൂൻ ആയിട്ടുള്ള കേസ് ആണെങ്കിൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാം. നമുക്കത് ഓഫീസർക്ക് അത് പരിശോധിക്കുമ്പോൾ മനസ്സിലാവും. കൺവിൻസ് ആവുകയാണെങ്കിൽ അത് ഒഴിവാക്കി കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് അത് മനസ്സിലാക്കാനുള്ള വേറെ ഓപ്ഷൻസ് ഉണ്ട്. അത് നമ്മൾ കൺഫേം ആണെങ്കിൽ ഒഴിവാക്കില്ല, ഡെഫിനറ്റ്ലി ഒഴിവാക്കില്ല. പിന്നെ
ചെല്ലാൻ അടയ്ക്കാതിരുന്നാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇത് പിന്നെ കോടതിക്കാണ് വിടുക. കോടതിക്ക് വിട്ട് കഴിഞ്ഞാൽ അത് കോടതിയാണ് തീരുമാനിക്കുന്നത് പിന്നെ എത്ര ഫൈൻ കൊടുക്കണം എന്നുള്ളത്. കോടതിയുടെ അധികാരത്തിൽപ്പെടുന്നതാണത്. കോടതി പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തായാലും അവിടെ അടച്ചേ മതിയാവും. അപ്പോൾ അതിന് വരാതിരിക്കണമെങ്കിൽ ഈ പറയുന്ന ഫൈൻ അടയ്ക്കുക, മേലിൽ ആ തെറ്റ് ആവർത്തിക്കാതിരിക്കുക. അതെ, ഈ ഓട്ടോറിക്ഷക്കാരാണ് ഏറ്റവും പ്രശ്നക്കാർ. ഇവർ ഇൻഡിക്കേറ്റർ ഇങ്ങോട്ടിട്ട് അങ്ങോട്ട് പോവും. അപകടങ്ങൾക്ക് മുഴുവൻ കാരണം ഓട്ടോറിക്ഷക്കാരാണെന്നൊക്കെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. എത്രത്തോളം ശരിയാണ്? നമുക്ക് അങ്ങനെ അടച്ചു പറയാൻ പറ്റില്ല. അപകടങ്ങൾക്ക് മുഴുവൻ കാരണക്കാരവരെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഓഫ് കോഴ്സ് അവരെ തെറ്റായ ചില പ്രവൃത്തികൾ കൊണ്ട് അപകടങ്ങൾക്ക് സാധ്യത ഉണ്ടാവുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ നിന്ന നിൽപ്പിന്, കാര്യം ചെറിയ വണ്ടിയല്ലേ, ഒരു 3 വീലല്ലേ ഉള്ളൂ, അവർക്ക് നിന്ന നിൽപ്പിനെടുത്ത് വണ്ടി തിരിക്കാം എന്നുള്ള ഒരു ഇതിൽ തന്നെയാണ്. നമ്മൾ പ്രതീക്ഷിക്കില്ല ഈ വണ്ടി തിരിയുമെന്നുള്ളത്, മറ്റു ഡ്രൈവർമാർ പ്രതീക്ഷിക്കില്ല. അപ്പോഴായിരിക്കും തിരിയുന്നതും ഇത് കണ്ടിട്ട് മറ്റവൻ സഡൻ ബ്രേക്ക് ചെയ്യുന്നതും സ്കിഡ് ചെയ്യുന്നതും തലകുത്തനെ പോകുന്നതും ഒക്കെ സിറ്റുവേഷൻസ്, അത് ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവർ ഈ പറഞ്ഞ പോലെ ട്രാഫിക്കിൻ്റെ ഇടയിൽ കൊണ്ട് തിരക്കിൻ്റെ ഇടയിൽ അങ്ങനെയൊക്കെ വരുന്നത്, അതൊക്കെ ഒന്ന് ഒഴിവാക്കിയാൽ ഈ പറഞ്ഞ അവരെ കുറിച്ച് പറയുന്ന ഈ പ്രശ്നങ്ങളും മാറും. ഓക്കെ. അതുപോലെ തന്നെ ഒരു പ്രശ്നമാണ് ഈ ഇട റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് ഇങ്ങനെ കയറുന്ന സമയത്ത് വണ്ടികളുണ്ടോ ഒന്ന് ശ്രദ്ധിക്കാതെ കയറുന്നത്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ പറഞ്ഞ ചോദ്യം ചോദിച്ചതിൻ്റെ പറയാം. നമ്മുടെ ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ കണ്ടുവരുന്ന ആക്സിഡൻസ് എന്ന് പറഞ്ഞാൽ 3 ടൈപ്പ് ആക്സിഡൻസാണ്. ഒന്ന് ഫ്രണ്ട് എൻഡ് കൊളീഷൻ, ഹെഡ് ഓൺ കൊളീഷൻ എന്ന് പറയും. 2 റിയർ എൻഡ് കൊളീഷൻ, പിന്നെ സൈഡ് കൊളീഷൻസ്. ഇതിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ബൈ റോഡിൽ നിന്ന് വന്ന് കയറുന്ന ഒരിതാണ് സൈഡ് കൊളീഷന് വേണ്ടിയിട്ട് പ്രധാനമായിട്ട് വരുന്നത്. അത് കൊളീഷൻ മാത്രം ആവണമെന്നില്ല. ഒരു ബൈക്കാണ് ഇതുവഴി പോകുന്നത്, സൈഡ് റോഡിൽ നിന്ന് ഒരു കാറ് കയറി വരുന്നു, ശ്രദ്ധിക്കാതെ വരുന്നു, ഇടി നടക്കാം, എന്ത് വണ്ടിയാണെങ്കിലും. അത് എപ്പോഴും ബൈ റോഡിൽ നിന്നാണെങ്കിലും ക്രോസ് റോഡാണെങ്കിൽ പോലും നമ്മൾ വരുന്ന എല്ലാ വണ്ടിക്കാരും ഒന്ന് നിർത്തി ശ്രദ്ധിച്ചിട്ട് പോവുക. മെയിൻ റോഡാണെങ്കിൽ അവർക്കാണ് പ്രയോറിറ്റി അവിടെ വരുന്നത്. ബൈ റോഡിൽ നിന്ന് വരുന്നവർ അവിടെ നിർത്തി നോക്കിയിട്ട് തന്നെ സേഫ് ആണെങ്കിൽ മാത്രമേ കയറി പോവാ, അല്ലാതെ കണ്ണടച്ച് കയറി പോകാൻ പാടില്ല. ഈവൻ ക്രോസ് ചെയ്യണില്ല, അയാൾ നേരെ ഇടത്തോട്ട് കയറി തന്നെയാണ് പോകണമെങ്കിൽ പോലും അയാൾ നിർത്തി നോക്കിയിട്ടേ പോകാവൂ. പലരും നോക്കാറില്ല. കാര്യം എനിക്ക് ഇങ്ങോട്ടല്ലേ പോകേണ്ടത്, ഇപ്പുറത്തെ നോക്കേണ്ട കാര്യമില്ല. പക്ഷെ എന്റെ സ്ഥലമാണ് എന്ന് പറഞ്ഞു. പക്ഷെ എവിടെയും ഒരു ആക്സിഡന്റ് നടക്കാൻ എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഇപ്പം അറൗണ്ട് 2 കോടി അടുപ്പിച്ച് വാഹനങ്ങളായി കഴിഞ്ഞു. നമ്മളുടെ കേരളം അറിയാമല്ലോ എത്രത്തോളമാണ് നമ്മുടെ ഏരിയ ഉള്ളതെന്നുള്ള അറിയാം. അതിൽ കൂടുതലും എന്താ പറയുക, മലകളും പുഴകളും ബാക്കി കാര്യങ്ങളുമായിട്ട് കിടക്കുന്നത്. വളരെ കുറച്ചാണ് നമുക്ക് യൂസബിൾ റോഡായിട്ടുള്ളത്. മാത്രമല്ല നമ്മുടെ റോഡ്സ് ഒന്നും ആക്സസ് ഫ്രീ റോഡ്സും അല്ല. അതായത് ആർക്കും എപ്പോഴും എവിടെ, ഇപ്പം ഹൈവേയിലൊക്കെ ആക്സസ് ഉണ്ടാവാൻ പാടില്ല. പക്ഷെ നമ്മുടെ എല്ലാ ഹൈവേയിലും കടകളാണ് നിറഞ്ഞിരിക്കുന്നത്. വീടുകൾ നേരെ ഇറങ്ങുന്ന ഹൈവേയിലോട്ടാണ് വീട്ടിൽ നിന്ന് നേരിട്ട് ഇറങ്ങുന്നത്. അതാണ് നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടങ്ങളിലെല്ലാം ആക്സിഡൻറ്റ് ചാൻസസേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് മനസ്സിലാക്കി തന്നെ നമ്മൾ റോഡ് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമുക്ക് കൺസ്ട്രെയിൻസ് ഉണ്ട്, നമ്മുടെ നാടിന് കൺസ്ട്രെയിൻ്റ് ഉണ്ട്, നമ്മുടെ ലാൻഡിന് കൺസ്ട്രെയിൻ്റ് ഉണ്ട്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ഇപ്പം തമിഴ്നാട് പോലെയോ കർണാടക പോലെയോ അത്രയും വാസ്റ്റായിട്ടുള്ള സ്ഥലമോ അത്രയും ഇപ്പം നമ്മൾ റോഡ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എടുക്കാൻ സ്ഥലം വളരെ പരിമിതമാണ്. അപ്പോൾ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ലാൻഡ് ഉണ്ട്. എത്ര എക്സ്പ്രസ് ഹൈവേ ഉണ്ടാക്കാനും അവർക്ക് ലാൻഡ് ഉണ്ട്. പക്ഷെ പാവപ്പെട്ട നമ്മൾക്കതില്ല. അപ്പോൾ അത് മനസ്സിലാക്കി, നമ്മളുടെ പരിമിതി മനസ്സിലാക്കി അതിനനുസരിച്ച് നിന്ന് പെരുമാറാൻ നമ്മൾ ശീലിക്കണം. മാം, ഈ ഡ്രൈവിങ്ങിന്റെ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ അറിയാനും ഇപ്പം എല്ലാവർക്കും അറിയണമെന്നില്ല. വണ്ടി ഓടിക്കുന്ന എല്ലാവർക്കും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നില്ല. അപ്പോൾ ഇത് അറിയാനായിട്ട് നമ്മളിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? MVD ഓഫീസിനെ സമീപിച്ചാൽ മതി? എന്തെങ്കിലും ബുക്ക്, ആപ്പ് പോലെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അതിനെക്കുറിച്ചൊന്ന് പറയാം. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ MVD ഒരു ആപ്പ് ഇറക്കിയിട്ടുണ്ട്. MVD ലീഡ്സ് ആപ്പ് എന്നാണ്, MVD ലീഡ്സ് ആപ്പ് എന്ന് പറഞ്ഞാണ് വരുന്നത്. നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അതിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വളരെ ബ്യൂട്ടിഫുള്ളായിട്ട്, വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വെഹിക്കിളിനെ കുറിച്ചും ഡ്രൈവിങ്ങിനെ കുറിച്ചും ഒക്കെ അറിയേണ്ട എല്ലാ കാര്യങ്ങളും അതിൽ വിശദമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്.
അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ ടെസ്റ്റുകൾ ചെയ്യാം. ഐ മീൻ ലേണേഴ്സ് ടെസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ട്രയൽ ടെസ്റ്റുകൾ ചെയ്യാം. എനിക്കൊന്ന് അറൗണ്ട് 42 ലെവൽസ് ഓഫ് ടെസ്റ്റ് അതിലുണ്ട്. അതിൽ നമ്മൾ ഉത്തരം തെറ്റാണെങ്കിൽ അവരെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും ഇന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്നുള്ളത് പഠിക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ അത് ചെയ്യുന്ന നല്ല രസമാണത്. കാര്യം ഞാനത് ചെയ്തു നോക്കി, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഒരാളെ സംബന്ധിച്ച് ഒരു ഡ്രൈവറിനെ അല്ലെങ്കിൽ ഒരു ലൈസൻസ് എടുക്കാൻ പറ്റുന്ന ഒരു കുട്ടിയാണെങ്കിൽ, ഈവൻ ലൈസൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ പോലും നമ്മൾ പോലും ചെയ്യുന്നു. കാര്യം നിയമം എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, പുതിയ കാര്യങ്ങൾ എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നമുക്കുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കും, കാര്യങ്ങൾ മനസ്സിലാക്കും, എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ള എല്ലാം അതിൽ വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവരും ഡൗൺലോഡ് ചെയ്യുക, എല്ലാവരും അത് മനസ്സിലാക്കുക, അത് വായിച്ചു നോക്കുക, ടെസ്റ്റുകൾ കയറി നോക്കുക. പിന്നെ അതിൽ തന്നെ ഇപ്പോൾ കൺസെഷൻസ്, കോളേജ് സ്കൂളിൽ നിന്നൊക്കെയുള്ള കൺസെഷൻസ് ഇപ്പം ഇനി അതുവഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. കോളേജിൽ നിന്നാണെങ്കിലും സ്കൂളിൽ നിന്നാണെങ്കിലും അതിന് അലൗഡ് ആൾക്കാർക്ക് MBD ആപ്പ് വഴി, MBD ലീഡ്സ് ആപ്പ് വഴി വേണം റിക്വസ്റ്റ് പോകാനായിട്ട്. ഇനി അതുവഴി മാത്രമാണ് കൺസെഷൻ്റെ കാര്യങ്ങൾ നമ്മൾ അപ്രൂവ് ചെയ്യുകയുണ്ടാവുക. ഇപ്പോൾ ഈ 2026 ജനുവരി മാസം റോഡ് സുരക്ഷാ മാസമായിട്ട് നമ്മൾ ആചരിക്കുകയാണ്. അതിൻ്റെ ഇത്തവണത്തെ സെൻട്രൽ ഗവൺമെൻറ് ക്യാപ്ഷൻ എന്ന് പറയുന്നത് റോഡ് സുരക്ഷ ജീവൻ രക്ഷ, അതായത് സഡക് സുരക്ഷ ജീവൻ രക്ഷ എന്ന് പറഞ്ഞാൽ വരുന്നത്. നമ്മളിപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് പ്രയോറിറ്റൈസ് ചെയ്തിരിക്കുന്നത് പെഡസ്ട്രിയൻ സേഫ്റ്റിക്കാണ് ഈ സമയത്ത്. അപ്പോൾ എല്ലാവരോടും ഉള്ള എൻ്റെ ഒരു അപ്പീലെന്ന് പറയുന്നത്, നമ്മളുടെ പെഡസ്ട്രിയൻസ്, നമ്മളും ഡ്രൈവേഴ്സ് ആണെങ്കിൽ പോലും പലപ്പോഴും നമ്മളും പെഡസ്ട്രിയൻസ് ആവാറുണ്ട്. പെഡസ്ട്രിയൻസിനെ നമ്മളുടെ തന്നെ കുടുംബത്തിലെ ഒരാളായി കണക്കാക്കുക. നമ്മുടെ സഹോദരനോ സഹോദരിയോ അമ്മയോ അച്ഛനോ നമ്മുടെ തന്നെ ആളാണെന്ന് കണക്കാക്കുക. അവർ നിൽക്കുന്നത്, അവരെ സേഫായിട്ട് ക്രോസ് ചെയ്യാനായിട്ട് വേണ്ട സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക. നമ്മൾ കാരണം ആർക്കും ഒരു അപകടമോ ബുദ്ധിമുട്ടോ ഉണ്ടാകരുതെന്ന് സ്വയം പ്രതിജ്ഞ ചെയ്യുക. നമ്മൾ കാരണം ഒരു ജീവനും പൊലിയരുത്, ഒരു പൂച്ചക്കുഞ്ഞിന് പോലും ഒരു അപകടം വരരുത് എന്നുള്ള രീതിയിൽ നമ്മൾ പോവുക. തീർച്ചയായിട്ടും അപകടങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഇന്ത്യയെ നമുക്ക് തീർച്ചയായിട്ടും നടക്കട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച് മാം. ഒരുപാട് സന്തോഷം, വളരെ മനോഹരമായിട്ട് സംസാരിച്ചു. എല്ലാവർക്കും അത് യൂസ്ഫുൾ ആയിരിക്കും. ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. താങ്ക് യു. ഇന്നത്തെ ഗസ്റ്റ് റൂം ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. നന്ദി, നമസ്കാരം.